നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട ചിന്തകന്മാരെ കുറിച്ചും അവരുടെ പൊളിറ്റിക്കൽ തോട്ട്സിനെ കുറിച്ചുമാണ് ഈ ഒരു എൻ്റെ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ യൂണിറ്റിലും ഓരോ ചിന്തകന്മാരെ കുറിച്ച് സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് സോക്രട്ടസ് എന്നാണ്. സോക്രട്ടീസിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ലോകത്തിലെ പ്രമുഖ തത്വചിന്തകനാണ്, സദാചാര ചിന്തയുടെ പിതാവായാണ് നമ്മൾ സോക്രട്ടീസിനെ കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനം BC 470 ഗ്രീസിൽ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രീസിലെ ഏതൻസിലാണ് സോക്രട്ടീസ് ജനിക്കുന്നത്. പാശ്ചാത്യ ചിന്താ ലോകത്തിന് സോക്രട്ടീസ് നൽകിയ സംഭാവനകള്, ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഡയലോജിക്കൽ മെത്തേഡ് ഓഫ് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഡയലോജിക്കൽ മെത്തേഡ് ഓഫ് എൻക്വയറി ആണ്. അപ്പൊ ഇദ്ദേഹം ഒരു നന്മ, നീതി, അതുപോലെ തന്നെ യഥാർത്ഥ നിർവചനമില്ലാത്ത ഒരു, നമുക്ക് എന്താണ് നന്മ എന്ന് ചോദിച്ചാൽ ഇതാണ് നന്മ, നന്മയുടെ ഷേപ്പ് ഇന്നതാണ്, നന്മയുടെ നിറം ഇന്നതാണ്, ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകളായിട്ടുള്ള നീതി, നന്മ, ദയ, സത്യം, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് ഇദ്ദേഹം മുഖ്യമായിട്ടും ഇദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇദ്ദേഹം നൽകുന്നത്. അപ്പോൾ സോക്രട്ടീസിന്റെ മെത്തേഡ് ഓഫ് ഇലങ്കോസ്, അതായത് ഒരു സോക്രാറ്റിക് മെത്തേഡ് ഓഫ് ഡിബേറ്റ്, അദ്ദേഹം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഈ ഒരു മെത്തേഡിലാണ് അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്ത പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എലങ്കോസ് എന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് ഇലങ്കോസ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സോക്രാറ്റിയൻ മെത്തേഡ് ഓഫ് ഡിബേറ്റ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡയലോജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഏതൻസിൽ 470 BC ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം 399 ഏതൻസിൽ തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹം ഹെംലക് എന്ന ഒരു വിഷം കഴിച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്, അല്ലെങ്കിൽ വിഷം കുടിപ്പിക്കുകയായിരുന്നു ഭരണാധികാരികൾ. ഇദ്ദേഹത്തെ സാമ്രാജ്യത്തിന് ഒരു വലിയ ഭീഷണിയായി കണ്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് ഹെംലക് എന്ന മാരകമായ വിഷം, അതൊരു ചെടിയുടെ എക്സ്ട്രാക്റ്റ് ആണ്, അത് പിഴിഞ്ഞെടുത്ത് കുടിപ്പിച്ചു. വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ ഇദ്ദേഹം മരണത്തെ നേരിട്ടതൊക്കെ നമുക്ക് പല കഥകളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സോക്രട്ടീസ് എഴുതിയ പുസ്തകങ്ങളൊന്നും തന്നെ നമുക്ക് എടുത്തു കാണിക്കാനില്ല. ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ് അത് ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്തിരുന്നത്. അതല്ലാതെ സോക്രട്ടീസിന് പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നുമില്ല. അപ്പൊ സോക്രട്ടീസ് നമുക്കറിയാം, ഈ ഒരു ചിന്തകന്മാരിൽ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ ഏറ്റവും തലവനായിട്ടുള്ള ഒരാളാണ്. ഇതിനു ശേഷമാണ് മറ്റു പ്രധാനപ്പെട്ട ചിന്തകന്മാരൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ ഈ ഒരു ഓർഡറിന് നമ്മൾ സ്പാ എന്ന് പറയാറുണ്ട് അല്ലെ. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ ആൻഡ് അലക്സാണ്ടർ എന്ന് പറയാറുണ്ട്. അപ്പൊ സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലാറ്റോ, പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. അപ്പൊ ഇവർ ഈ ഒരു ഓർഡറിൽ നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ ഇങ്ങനെ സോക്രട്ടീസ് പറയുന്ന മുത്തുപോലെയുള്ള ഈ വചനങ്ങളെല്ലാം തന്നെ ഇവരുടെ ശിഷ്യഗണങ്ങള് അത് ഏറ്റെടുത്തു, അവരത് ആത്മാവിൽ ഉൾക്കൊണ്ടു അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു മെത്തേഡിലാണ് സോക്രാറ്റിയൻ ഐഡിയകളൊക്കെ തന്നെ ലോകത്ത് എത്തുന്നത്. അതുപോലെ പ്ലേറ്റോ ആണ് ഏറ്റവും പ്രമുഖനായ ശിഷ്യൻ. അതുപോലെ തന്നെ മറ്റൊരു ശിഷ്യനാണ് സെനോഫോണും പ്ലാറ്റോയുമാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ആത്മാ അന്വേഷണം, നിന്റെ ആത്മാവിനെ നീ അറിയുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു, അതിന് ഉത്തരങ്ങൾ ആരായുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു മെത്തേഡ്. അപ്പൊ സോക്രാറ്റിയൻ മെത്തേഡുകൾ, സംശയങ്ങൾ ഇത് സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ഒരു പ്രോബിംഗ് മെത്തേഡിലൂടെ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അറിവ് വളരുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ യുക്തിമാർഗത്തിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്താനായിരുന്നു ഇദ്ദേഹത്തിന്റെ ശ്രമം. അപ്പൊ മാനുഷിക മൂല്യങ്ങളായിട്ടുള്ള നീതി, ധർമ്മം, ജ്ഞാനം, ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ചിന്തകൾ പോകുന്നത്. അപ്പൊ ഇദ്ദേഹം എനിക്ക് ഒന്നും അറിയില്ല, അതെനിക്കറിയാം എന്ന് ഇദ്ദേഹം പറയുന്നു. എനിക്ക് ഒന്നും അറിയില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം അജ്ഞരാണ് എന്നുള്ള അറിവാണെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ തത്വചിന്തയുടെ പിതാവ് എന്ന വിശേഷണത്തിന് തീർത്തും അനുയോജ്യനാണ് സോക്രട്ടീസ്. ഒരു വൈകാരികമായിട്ടുള്ള അന്വേഷണത്തിന് ഇദ്ദേഹം അടിത്തറയിട്ടു.
പൗരത്വം, നീതി, അറിവ്, സത്യം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള തത്വചിന്തകൾ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം തത്വചിന്തയ്ക്ക് ഒരു മാതൃകയാക്കിയിട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം തീർച്ചയായിട്ടും അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ഹിപ്പോക്രാറ്റിക് റിലീജിയസ് ഫെയ്ത്തില് ഇദ്ദേഹത്തിന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെയൊക്കെ പൊള്ളത്തരത്തെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം നിരന്തരമായിട്ട് യുവാക്കളോടൊക്കെ സംവാദത്തിൽ ഏർപ്പെട്ടു. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ യുക്തിചിന്തയിൽ ആകൃഷ്ടരായ നിരവധി യുവാക്കൾ ഇദ്ദേഹത്തിന്റെ മാർഗം ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പൊ യുവാക്കളെ വഴിതെറ്റിക്കുന്നു, അതുപോലെ ദൈവവിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്നു, ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പൊ അന്ന് ആ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും മൃഗീയമായ ഒരു കൊല എന്ന് പറയുന്നത്, കൊലപാതക ശിക്ഷാ രീതി എന്ന് പറയുന്നത് ഈ ചെടിയുടെ, ഒരു ഹെംലക് എന്ന ചെടിയുടെ മാരകമായിട്ടുള്ള വിഷം കഴിപ്പിച്ചുകൊണ്ടാണ്. അപ്പൊ ഇദ്ദേഹം ആ വിഷം കൊടുത്ത സമയത്തും വളരെ പുഞ്ചിരിയോടെ തന്നെ ഇദ്ദേഹം അതിനെയൊക്കെ നേരിട്ടു. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതത്തില് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയകൾക്കെല്ലാം തന്നെ ഒരു ഫിലോസഫിക്കൽ എൻക്വയറി നടത്തുകയും അതിനുവേണ്ടി സോക്രാറ്റിയൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് മെത്തേഡിലൂടെ ഇദ്ദേഹം ആൻസർ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതം ഉടനീളം ഇദ്ദേഹം നടത്തിയത്. ഇനി നമ്മൾ പ്രീ സോക്രാറ്റിക് ഫിലോസഫി അല്ലെങ്കിൽ സോക്രാട്ടീസിന് മുൻപുള്ള തത്വചിന്ത കൂടി നമ്മളൊന്ന് അറിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ പ്രീ സോക്രാറ്റിക് തത്വചിന്തകർ എന്ന് വിളിക്കുന്നത് സോക്രട്ടീസിന് മുൻപ് വന്നിട്ടുള്ള തത്വചിന്തകരെയാണ്. അപ്പോൾ സോക്രട്ടീസിന്റെ മുൻപ് വന്ന തത്വചിന്തകർ സോക്രാട്ടീസിന് ശേഷമുള്ളവർ എന്ന് നമ്മൾ വിളിക്കുന്ന തരത്തിൽ ഒരു ലാൻഡ്മാർക്ക് ആയിരുന്നു സോക്രട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ സോക്രട്ടീസിന് മുൻപുള്ളവര് പ്രകൃതി, അതുപോലെ ഭൂതകാലത്തെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ്, ഇതിനെ കുറിച്ചൊക്കെയാണ് അവര് പ്രധാനമായിട്ടും തത്വചിന്തകൾ ആവിഷ്കരിച്ചത്. അപ്പോൾ മിക്കവരും ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രീ സോക്രാറ്റിക് ഫിലോസഫേഴ്സ് എല്ലാം തന്നെ ഒരു നാച്ചുറൽ ഫിലോസഫേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോകം ഉണ്ടായത്, ഇതിന്റെ എമർജൻസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അതില് തെയിൽസ് ആണ് പ്രധാനപ്പെട്ട ഒരു ചിന്തകൻ. തെയിൽസ് ആദ്യത്തെ ഗ്രീക്ക് ചിന്തകൻ എന്നാണ് തെയിൽസ് അറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹം വാട്ടർ ആണ്, വെള്ളമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന ഘടകം എന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ എല്ലാത്തിന്റെയും ആരംഭവും ഒടുക്കവും ജലത്തിലാണ് എന്നതാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ജീവൻ ഉണ്ടായത്, ആദ്യമായിട്ട് ജീവന്റെ കണിക ഉടലെടുത്തത് വെള്ളത്തിലാണ്, ജലത്തിലാണ് എന്നതിന് ശാസ്ത്രീയമായ എവിഡൻസ് ഒക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ജലം കൊണ്ടാണ് ലോകം സൃഷ്ടിച്ചത് എന്നൊരാശയമാണ് തെയിൽസ് പറയുന്നത്. ദെൻ മറ്റൊരാളാണ് അനക്സിമാൻഡർ അപ്പേറിയൻ എന്ന ഒരു ആകൃതിയില്ലാത്ത അനന്തമായ ഒരു വസ്തുവിനെ കുറിച്ച്, അതാണ് ലോകം, അതാണ് സത്യം എന്ന്, അതാണ് പൊരുൾ എന്നാണ് അനക്സിമാൻഡർ പറയുന്നത്. അപ്പൊ അപ്പേറിയൻ എന്ന ഈ ഒരു വസ്തു അത് പ്രകൃതിയെ അണുക്കളിലൂടെ, അതായത് ആറ്റംസിലൂടെ അല്ല കാണുന്നത്, ഒരു സുതാര്യമായിട്ടുള്ള ഒരു തത്വചിന്തയിലൂടെയാണ് ഇദ്ദേഹം അനക്സിമാൻഡർ ലോകത്തെ വിശേഷിപ്പിച്ചത്. ഇനി മറ്റൊരാളാണ് അനക്സിമീനസ്. പേരുകളൊക്കെ അനക്സിമാൻഡർ, അനക്സിമീനസ് ഇങ്ങനെയുള്ള പേരുകളാണ്. തെയിൽസ്, ഇതൊക്കെ അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. അനക്സിമീനസ് എന്താണ് പറഞ്ഞത്? വായുവാണ്. തെയിൽസ് വെള്ളമാണ് മൂലഘടകം എന്ന് പറഞ്ഞു. അനക്സിമീനസ് പറയുന്നത് എയർ ആണ്, വായുവാണ് മൂലഘടകം എന്നാണ്. അത് ഗണ്യമായ മാറ്റങ്ങളിലൂടെ വസ്തുക്കളും ഒക്കെ വായുവിൽ നിന്നാണ് എമർജ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇനി ഹെറാക്ലീറ്റസ് ആണ് മറ്റൊരാള്. ഹെറാക്ലീറ്റസ് വായുവിൽ നിന്ന് മാറ്റിയിട്ട് മൂലഘടകം അഗ്നിയാണ് എന്ന് പറയുന്നു. ഇത് ലോകം എന്ന് പറയുന്നത് ഒരു സ്ഥിരമല്ല, ലോകത്തൊന്നും തന്നെ സ്ഥിരമല്ല, എല്ലാം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയ ഒരു തത്വചിന്ത അവതരിപ്പിച്ച ആളാണ് ഹെറാക്ലീറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു നദിയിൽ 2 തവണ കുളിക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ലോകം അത്രമേൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മൾ ഇപ്പോൾ കടന്നുപോയ ഈ ഒരു നിമിഷം ഇനി നമ്മൾക്ക് ലഭിക്കില്ല. തൊട്ടടുത്ത നിമിഷം എന്ന് പറയുന്നത് അതും ഒരു മാറ്റമാണ്. അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഒട്ടും സ്ഥിരതയില്ലാത്ത നിരന്തര മാറ്റത്തിന്റെ ഒരു നൈരന്തര്യമാണ് ലോകം, കാലം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി പാരമെൻഡസ് ആണ് മറ്റൊരാള്. മാറ്റം എന്നത് മായയാണെന്നും ഏകമായിട്ടുള്ളതാണ് സത്യമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്.
അത് ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയുടെ ഒരു മായയാണ്, ഒരു മായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല സത്യം, മറിച്ച് നമ്മൾ കാണുന്നത് എന്തോ അതൊക്കെ മായയാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഇനി എംബഡോക്ലിയസ് ആണ് മറ്റൊരാൾ. അപ്പൊ എംബഡോക്ലിയസ് 4 ഘടകങ്ങള്, മണ്ണ്, വായു, അഗ്നി, ജലം, ഇങ്ങനെ 4 വസ്തുക്കളെയാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയില്ലേ, അതിൽ 5 ആകാശം കൂടി വരുന്നുണ്ട്. എന്നാൽ ആ ആകാശമില്ല. അപ്പൊ ബാക്കിയുള്ള 4 ഘടകങ്ങള്, നമ്മുടെ പഞ്ചഭൂതത്തിൽ പറയുന്ന 5 ആകാശം ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി 4 ഘടകങ്ങളെ കുറിച്ചാണ് എംബഡോക്ലിയസ് പറയുന്നത്. അപ്പൊ ഇവയുടെ ചേർച്ചയും വിഘടനവുമാണ് ലോകം, ജീവിതം, ജീവൻ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ലൂപ്പീസ്, അതുപോലെ ലൂസിപ്പസ്, അതുപോലെ തന്നെ ഡെമോക്രീറ്റസ് തുടങ്ങിയ ആറ്റോമിസ്റ്റുകളും ഇവരുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ വസ്തുക്കളും വിഭജിക്കാനാവാത്ത ചെറു കണികകളിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്നതിനെ ഇവര് മുന്നോട്ട് വെക്കുന്ന വാദമാണ്. അപ്പൊ എന്തായാലും സോക്രട്ടീസ്, പിന്നീട് ഇവർക്ക് ശേഷം വരുന്ന സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി തന്നെ തത്വചിന്താ രംഗത്ത് ഉപയോഗപ്പെടുത്തി. അപ്പൊ ഇദ്ദേഹം വളരെ എളുപ്പമുള്ള ഒരു ഡിബേറ്റ് ലൈക്ക് അല്ലെങ്കിൽ ഒരു പ്രോബിൻ ലൈക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വളരെ എളുപ്പമുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ തത്വചിന്ത പുരോഗമിക്കുന്നത്. ഏറ്റവും സാധാരണമായ കാര്യങ്ങളെ കുറിച്ച്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിസ്സാരമായ സാധാരണമായ കാര്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ചിന്തിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തേക്ക് കയറി പോകുന്നത് എത്ര സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും കയറുന്നതാണ് ഈ സ്റ്റെപ്പുകൾ. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ നിങ്ങൾ എത്ര മരങ്ങളുണ്ട് എന്ന ഒരു ചോദ്യം, അത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നതായിരിക്കും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് അജ്ഞാതമായിട്ടുള്ള എന്നാൽ വളരെ സുപരിചിതവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ചില അബ്സ്ട്രാക്ട് ക്വസ്റ്റ്യൻസ്, എന്താണ് നീതി, അതുപോലെ എന്താണ് സത്യം, എന്താണ് ആത്മാവ്, എന്താണ് പൊരുൾ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നു. അത് ആളുകളെ കൂടുതൽ ആയിട്ട് വളരെ ഇൻഡെപ്ത് തിങ്കിങ്ങിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഒരു മെത്തേഡാണ് സോക്രട്ടീസ് ഫോളോ ചെയ്തത്. ഇദ്ദേഹം ചിന്തകളെയാണ് പ്രേരിപ്പിക്കുന്നത്, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആന്തരികമായിട്ടുള്ള നമ്മുടെ കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നു. മറുപടികളിലും തീർച്ചയായിട്ടും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും, അതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നു. അപ്പൊ സത്യത്തെ തുറന്നു കാണിച്ച് നൈതികമായിട്ടുള്ള ജ്ഞാനത്തിന്റെ പ്രാധാന്യമൊക്കെയാണ് സോക്രട്ടീസ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സോക്രട്ടീസ് ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ സോക്രട്ടീസിനെ മേലാളന്മാർക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് ഭയമായിരുന്നു. അവരുടെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് ചിന്തയില്ലാത്ത ജനങ്ങൾ, അല്ലെ, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ കിട്ടുന്നത് വാങ്ങി പോകുന്ന തരത്തിലുള്ള ജനങ്ങളാണ് ഇത്തരം ഈ പറയുന്ന രീതിയിലുള്ള ഡിക്റ്റേറ്റർമാരുടെയും അല്ലെ ദുർഭരണാധികാരികളുടെയും ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ചിന്തയുള്ള ജനത അവരെ ക്വസ്റ്റ്യൻ ചെയ്യും, ചിന്തയുള്ള ജനത മതങ്ങളെ ചോദ്യം ചെയ്യും, ചിന്തയുള്ള ജനത ദൈവത്തെ ചോദ്യം ചെയ്യും. ഇപ്പോ ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യലുകളെയൊക്കെ ഭയക്കുന്നവർ അത്തരം ചോദ്യങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സോക്രട്ടീസിന് അദ്ദേഹത്തിന്റെ ജീവിതം നഷ്ടപ്പെട്ടത്. എന്നാൽ ഹെംലക്ക് കുടിക്കുന്ന സമയത്തും അദ്ദേഹം വളരെ പുഞ്ചിരിയോടെയാണ് അതിനെ നേരിട്ടതെന്ന് പറയുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പ്ലാറ്റോയെ കുറിച്ച് പഠിക്കാം. ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.